അപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഗുരുജിയിലാണ്. സ്കൂളൊക്കെ തുറന്നു. അപ്പൊ നമുക്ക് സ്കൂൾ ഷൂ ഒക്കെ തപ്പി പോണം. ചെറുപ്പത്തിൽ പ്രശ്നമില്ലേ സ്കൂൾ ഷൂ ഒക്കെ പണ്ട് നമുക്കൊരു ജെൻസി ബൂട്ടെന്ന് എടുക്കാം. ഇത് കേറില്ല അത് വെക്കണ്ട. ഇതിന്റെ ഇലാസ്റ്റിക് ആണ് സൈഡിൽ വലിക്കാൻ പറ്റുന്ന ടൈപ്പ്. വലുതാണോ? ഉള്ളിലേക്ക് ലൂസ് ഉണ്ടോ? ഇവിടേക്ക് ഇവിടേക്ക് കെട്ടലും ബൂട്ടിലൊന്നും ഇല്ല അല്ലേ? നല്ല സുഖം. സുഖമാണ്. കറക്റ്റ് ആയിട്ട് തോന്നുന്നു. ഈ അറ്റത്ത് ഇല്ലാതെ അങ്ങനത്തെ അല്ല. അത് ബൂട്ട് കൊണ്ടു സൈഡ് കറക്റ്റ്. 41 സൈസ് വേണം. ഓക്കെ അല്ലേ? അത് ഞാനിപ്പോ ഇട്ടിരിക്കണ ഈ ഒപ്പിട്ടുണ്ടല്ലേ ചുമ്പ അതിലേക്ക് കറക്റ്റ് മോഡലായിട്ട് നമുക്ക് സുഖം ചേരാൻ ശ്രദ്ധിച്ചാ കിടക്കൊള്ളല്ലേ? ഈ മോഡലങ്ങനെ എടുത്താൽ നാപ്പത്തൊന്ന് ടൈറ്റ് ആയിരുന്നു എനിക്ക്. ആദ്യം നോക്കിയാൽ ഞങ്ങൾ 42 പക്ഷെ 41 നല്ല ടൈറ്റ് ആയിരുന്നു. ഭയങ്കര ലൂസാണ്. നമുക്ക് നിൽക്കാം. ഗ്ലേസിനായിട്ടുള്ള മോഡലാണ്. 42 സൈസ് 770 രൂപ. അതാണ് ഞാൻ മുന്നിട്ടുണ്ട്. ഇത് സാധാരണ തന്നെ. അപ്പൊ എന്തായാലും ഞങ്ങളെ ഷൂ എടുത്തു അല്ലേ? അപ്പൊ ഇനി സ്കൂളൊക്കെ തുറക്കല്ലേ? ഇന്ന് എത്രാം തീയതി? 4-ാം തീയതി. 6-ാം തീയതി ഷൂ ഒക്കെ ഇടാൻ ഞാൻ മുന്നേ ഉപയോഗിച്ചത് സ്കൂൾ ഷൂ തന്നെയായിരുന്നു. പിന്നെ ഞാൻ മാറ്റി ഇങ്ങനത്തെ വേണ്ട ഇങ്ങനത്തെ ആശയപ്പെടുത്തുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് വന്നിട്ടുള്ളത് ഗുരുവായൂർ ഗുരുജിയിലാണ്. ഇവിടെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ബാഗ്, ബെൽറ്റ്, ഷൂ നമുക്ക് പരിചയമുണ്ടാകും. പുതിയ അടുത്തും കൂടി ഇല്ല. സുഖമില്ല നമുക്ക് പോയിട്ട്. അങ്ങനെ അങ്ങനെ ചെരുപ്പും കാണൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടോട്ടേ തന്നെ ആൾക്കാരെ. ഇനി എന്തായാലും നമുക്ക് ബെൽറ്റ് കൊണ്ട് നോക്കാം. ബെൽറ്റ് ഒന്നും വേണ്ട. ബെൽറ്റ് ഈ മോളുള്ളവരെ സ്കൂൾ ലുക്ക് അടിച്ച് ഇതാണ് ഞങ്ങൾ യൂണിഫോം ചെയ്യാറുണ്ട്. നമ്മള് ഇതുപോലത്തെ ഒരു പക്കളാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതുപോലത്തെ പക്കളിൽ തന്നെ ബ്ലാക്കില് ഇതുപോലത്തെ എല്ലാത്തെ ഇറക്കം തരാന്ന് പറഞ്ഞു. പാമ്പിനെ പോലെ കാണുമ്പോ നമുക്കിനകത്തോട്ട് വല്ല ചൂട് പിന്നെ ഇങ്ങനത്തെ സ്കൂളിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പോകണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. ക്വാളിറ്റി കൂടി അപ്പൊ ഞങ്ങള് ഷൂ എടുത്തു, ബെൽറ്റ് എടുത്തു. ഷൂ ഇടുമ്പോ നമുക്ക് സോക്സ് ആവശ്യമുണ്ട്. സോക്സും നമ്മൾ എടുത്തിട്ടുണ്ട്. സോക്സ് ഷോർട്ട് സോക്സ് പറ്റില്ല. കാരണം ഷൂവിന് കുറച്ച് ബൂട്ട് മോഡലാണ്. ഹൈറ്റ് കൂട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ഉയരമുള്ള സോക്സും വേണം. അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എടുത്തത് ഫുള്ള് ഇതുവരെ ഉണ്ട്. ഈ ഇവിടെ വരെയുള്ള മോഡല് ഉണ്ട്. ഇതുവരെയുള്ള മോഡലുള്ള സോക്സ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മളെ ബൂട്ട് മോഡൽ തന്നെ അറ്റം ഭാഗം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ മുറിഞ്ഞു വേർത്താനുള്ള പ്രശ്നം പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ 2 ജോഡി എടുത്തു. 2 പെയർ ആയിട്ട് എടുത്തിട്ടുണ്ട്. 2 നാളാണ്. അപ്പൊ 2 ഇനി മഴക്കാലാണ് ഇവിടെ. ചിലപ്പോ ഒരു ജോഡി സോക്സ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് വലിയ പാടാ. നമ്മുടെ സോക്സ് എത്തിയിട്ടുണ്ട്. സോക്സ് എടുത്തോളൂ. അവരിവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ 2 ജോഡി ഉണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കോട്ടൺ സോപ്പ്. കോട്ടൺ അല്ലേ? അങ്ങനെ നമുക്ക് ബിൽ അച്ഛൻ ജിപേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിപേ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേ ചെയ്തു ഒരു എന്തായാലും കൊള്ളാം. നമുക്ക് 6-ാം തീയതി സ്കൂൾ തുറക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പേരിലൊരു വന്നിട്ടില്ല സ്കൂൾ ഗ്രൂപ്പില്. ഒരു 6-ാം തീയതി എന്തായാലും നമ്മളിത് ഷൂവും ബെൽറ്റ് അതുപോലെ തന്നെ സോക്സ്
3 സാധനം നമ്മൾ വാങ്ങിച്ചു. പിന്നെ വേറെ കാര്യം, നമ്മൾ സ്ഥിരമായിട്ട് ഗുരുജി എന്ന് പറഞ്ഞ കടയാണ് നമ്മൾ മേടിക്കാറ്. അത് സ്കൂളിൽ ചേർന്ന കാലം മുതൽ തന്നെ ബാഗാണെങ്കിലും ബെൽറ്റ് ആണെങ്കിലും അതുപോലെ ഷൂസ് ആണെങ്കിലും എല്ലാ സാധനവും നമ്മൾ ഇവിടുന്ന് മേടിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുജിക്കാര് ഡിസ്കൗണ്ട് തന്നിട്ടാണ്. നമ്മൾ 1380 രൂപ സാധനം മേടിച്ചു, 1280 മേടിച്ചു. മനസ്സിലായി. പിന്നെ വേറെ പ്രത്യേകത ഇവിടുന്ന് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ബാഗുകൾ മേടിക്കുമ്പോൾ വേറെ പ്രത്യേകതയാണെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിൽ സാധനം ഇവിടെ കൊടുത്താൽ അവർ റെഡിയാക്കി തരും. അങ്ങനെ ഒരു കാര്യം കൂടി ഗുരു ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അങ്ങനെ പോകണ്ടേ, പഴയടത്തേക്ക് പോകണം. അങ്ങനെ ഞങ്ങള് പഴയടത്തെന്ന് വെച്ചാൽ ഞങ്ങൾ ചായ പിടിക്കാണ്ട് വരാനില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോ പഴയടത്തുനിന്ന് ചായ പിടിക്കണം, നമ്മള് പറയാറില്ലല്ലേ. അങ്ങനെ പെട്ടെന്ന് തീരും, നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ 5 മണിക്ക് ആകുമ്പോ നല്ല തിരക്ക്, 5 മണി 6 മണി. സമയം ഏകദേശം ഇപ്പൊ 8:45 രാത്രി 8:45 സമയം 8:45. പക്ഷെ ഒരു 7 മണിക്കൊക്കെ വരുവാണെങ്കിൽ നല്ല പഴംപൊരി, അതുപോലെ ഉണ്ട, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ കിട്ടും. നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞ സമയം 8:10. അങ്ങനെ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് പുതിയൊരു ഔട്ട്ഫിറ്റും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാന്റിലേക്ക് ഇടാം, അതുപോലെ മുണ്ടിലേക്ക് ഇടാം, ഷോർട്സിന്റെ ഒപ്പം ഇടാം, എങ്ങനെ വേണ്ടിടാം. കാരണം ഇത് ഷർട്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു മോഡലും ആണ്, എന്നത് കുർത്തയാണ്. ബനിയൻ പോലെ നമുക്ക് സുഖമായിട്ട് ഇടുകയും ചെയ്യാം. അതിപ്പോ ഷോർട്ട് ഉള്ളതുകൊണ്ടില്ലേ. ഇതിന് വർക്കുന്ന അമ്മയാണ്, ഡിസൈനർ രമ്യ എന്റെ ഫുള്ള് അമ്മയാണ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീട്ടിലും പുതിയൊരു സ്റ്റെഫാണല്ലോ, വ്യത്യാസം കുറെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് ഉപയോഗിക്കാം, മഴക്കാലത്ത് ഉപയോഗിക്കാം. ഇനിയിപ്പോ നമ്മൾ ധൃതിക്കുള്ളിൽ പോവാണെങ്കിൽ തന്നെ തേക്കും വേണ്ട. മോഡലാണ്, എന്ത് കണ്ടുപിടുത്തങ്ങളല്ലേ. അരക്കാനും ഉണങ്ങാനൊക്കെ രസകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇതിന്റെ പ്രത്യേകത. കുറഞ്ഞത്തെ കാര്യങ്ങൾ ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കട്ടോ, ചായ കുടിക്കുന്ന സുഖമുണ്ട്. തണുപ്പത്ത് കോമഡി വെച്ചല്ലേ, ഇന്ന് 4-ാം തീയതി ഇന്ന് തൃശ്ശൂര് വിദ്യാഭ്യാസ സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. കാരണം മഴ കാരണം ആ സ്ഥാപനം കാരണം ആവത് കാരണം വെച്ചാൽ ഇന്ന് മഴ കാരണം. പക്ഷെ ഇന്ന് മഴയില്ല, ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ പിന്നെ വേറെ കാര്യം, തോറാന പെരുന്നാൾ അങ്ങനെ ഒരു സംഭവം ഉള്ള സമയത്ത് നല്ല മഴ ഉണ്ടാവുന്ന പറയാം. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്, നല്ല മഴ പെയ്യുന്നു. പിന്നെ പത്രത്തില് വായിച്ചു, എന്താണ് എവിടെയോ ഈ ന്യൂനമർദ്ദം എന്താ അതിന്റെ കടൽക്ഷോഭം അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പത്രത്തിൽ. അത്ഭുതമൊന്നുമില്ല, ഡൗട്ട് അത്ഭുതമുണ്ട്. ജൂണിൽ മഴ വരുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം മഴ വേണതാ. 10ാം ക്ലാസ് 9ാം ക്ലാസ് അങ്ങനെ പുറകോട്ട് പോയപ്പോണ്ടല്ലേ ഞങ്ങൾക്കൊക്കെ ജൂൺ 1-ാം തീയതി ആകുമ്പോൾ കൊടുക്കുന്ന മഴയാണ്. പിന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി. ഇപ്പൊ ഞങ്ങൾ ജൂലൈയിലാണ് സ്കൂൾ തുറക്കണം. അപ്പൊ ഞങ്ങൾ ജൂലൈ നമ്മളോട് മഴ വരുന്നു, പിന്നെയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് അവധി വന്നത്. ആലോചിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം വേണം മഴയാണ്, ഞങ്ങൾക്ക് കോൺട്രാക്ട് ഉണ്ട് ഞങ്ങൾക്ക് മഴയായിട്ട്. എന്താ ചെയ്യാ, നമുക്ക് ചായ അടിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങള് ഷൂ മേടിച്ചു, ബെൽറ്റ് മേടിച്ചു, സോക്സ് മേടിച്ചു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു സാധനം മേടിക്കാൻ പറഞ്ഞു, ലഞ്ച് ബോക്സ്. അല്ലേ, ഭക്ഷണം കഴിക്കാൻ ലഞ്ച് ബോക്സിന് സമയം നോക്കുമ്പോ 9 മണി ആവാറായി. പക്ഷെ ഒരു കടയുണ്ട്, ഒരു ഷോപ്പ്, അവിടെ നല്ല ലഞ്ച് ബോക്സ് കിട്ടും. കിട്ടും. കടയിൽ പോയോക്കാം, ഇരുന്നാ മതിയായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങള് പാത്രം വാങ്ങിക്കുന്ന കടയിലേക്ക് കണ്ട് വന്നു. പാത്രം നമ്മള് ഈ ഒരു പാത്രം ഉണ്ടാക്കി, അത്യാവശ്യം വലിപ്പമുണ്ട്. അതെ, അത്യാവശ്യം കലോറിയും ഫൈബറും പ്രോട്ടീനൊക്കെ അടങ്ങുന്ന ഒരു പാത്രമാണ്. ഇതിന്റെ കുഞ്ഞ പാത്രം നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്, അതിൽ കൈയിട്ട് തിന്നാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ബോഡി ഷെയിം അവിടെ മണക്കണം കൂടെ. അങ്ങനെയല്ല, ഉദ്ദേശിച്ച പൊരുള് എനിക്ക് മനസ്സിലായി, നമുക്ക് കൈയിട്ട് കഴിക്കാൻ പറ്റില്ല. ചോറൊക്കെ അപ്പുറത്തും അതെല്ലാം നമുക്ക് ഇതെടുക്കാം പാത്രം മേടിക്കുമ്പോൾ. വലിപ്പിച്ച് ഓവറായി ഒരിക്കലും ഇല്ല. ഓവറാവണം. അതെ, ഇനി നമുക്ക് വെള്ളം ബോട്ടിൽ മേടിക്കണം. അല്ല, അത് പറഞ്ഞപ്പോ ബാഗ് നമ്മള് വാങ്ങിച്ചില്ലല്ലോ, നമുക്ക് നാളെ വാങ്ങിക്കാൻ എന്തായാലും 9 മണിയായി. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മള് കുപ്പി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് എത്തി. അപ്പൊ അത് ഇങ്ങനത്തെ കുപ്പികളാണ് ഇവിടെ ഉള്ളത്.
ഇതില് മറ്റേ സ്റ്റീൽ കളർ ഉണ്ട്, അതുപോലെ മറ്റേ നീല ഉണ്ട്, നമുക്ക് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ആ അടിപൊളി സ്പോർട്സ്. അപ്പൊ നമ്മള് അതും മേടിച്ചു. നമ്മള് ബാഗൊന്നും എടുത്തു. അതെ, കരടച്ച പണിയാണ്. പുറത്തിറങ്ങണതൊക്കെ എടുത്തിട്ട് കീറുന്നില്ല, കവർ കുടിക്കുന്നു. ഭയങ്കര കാറ്റ് ഭയങ്കര എളുപ്പല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ബില്ല് പേ ചെയ്യാം. ഗൂഗിൾ പേ അല്ലേ? ടുഡു. അപ്പൊ ഞങ്ങൾ അത് വാങ്ങിച്ചു, പുറത്തോട്ട് ഇറങ്ങി. ഈ അച്ഛൻ അത് കവറിലിട്ടിട്ട് കിറ്റായിട്ട് ഇപ്പൊ വരും. അപ്പൊ എന്തായാലും നമ്മൾ എടുത്തൂലേ കിറ്റ് കിട്ടിയില്ലേ? കിറ്റ് കിട്ടി. ഇനി നമുക്ക് അപ്പൊ നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു? ഷൂ വാങ്ങിച്ചു, ബെൽറ്റ് വാങ്ങിച്ചു, ഷോക്സ് വാങ്ങിച്ചു. ഷോക്സ് ഷോടയ്ക്ക് ഷോടാന്ന് പറയാ, ഷോടയ്ക്ക് ഷോടാന്ന് പറയാം. അതുപോലെ നമ്മൾ കുപ്പി വാങ്ങിച്ചു, പിന്നെ ലഞ്ച് ബോക്സും വാങ്ങിച്ചു. അപ്പൊ തിങ്കളാഴ്ച 6-ാം തീയതി സ്കൂളിലേക്ക് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി കഴിഞ്ഞില്ലേ? എന്താ വലിയ സംഭവം പോലെ, വലിയ നാഷണൽ അവാർഡ് കിട്ടുന്ന പോലെ. അപ്പൊ ഞങ്ങളുടെ പർച്ചേസുകളൊന്നും കഴിയണില്ല. ഇനിയും കുറച്ച് ഇനി ബുക്കുകൾ വേണം, നോട്ട്ബുക്ക്. പിന്നെ നമുക്ക് നമ്മളത് കുറച്ച് ഇരിപ്പുണ്ട് നോട്ട്ബുക്ക്. ബുക്കിൽ എഴുതാനായിട്ടുള്ള പേന, പെൻസിൽ, സ്കെയിൽ, റബ്ബർ, കട്ടറും വേണം. ഇതൊക്കെ എന്റെ നിന്നൊക്കെ പോയി. ക്ലാസ് കഴിഞ്ഞപ്പോ ഇനി പ്ലസ് 1ലേക്ക് ചെല്ലുമ്പോഴാണ് അതൊക്കെ. പേനൊക്കെ തപ്പ എവിടെ പേന ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഇതിലിട്ട് ഇങ്ങനെ. അപ്പൊ ചെറിയ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ പോയാൽ എഴുതാൻ വേണ്ടി മാത്രമായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞങ്ങള് സ്കൂളിലെ കുറച്ചൊരു കുഞ്ഞ് പർച്ചേസ് ഞങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇനി തിങ്കളാഴ്ച 6-ാം തീയതി എക്സിക്യൂട്ടീവ് ആയിട്ട് നിരഞ്ജൻ സ്കൂളിലേക്ക് പോവാണ്, പ്ലസ് 1ലേക്ക് പോവാണ്, ശ്രീകൃഷ്ണ സ്കൂളിലേക്ക്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.